ഇതിപ്പോ ഒരു 10 കൊല്ല തേങ്ങ ഉണ്ട്. ഏകദേശം ഒരു 200 തേങ്ങയോളം ഉണ്ടല്ലേ? 200 തേങ്ങ വെട്ടാറായ എത്ര? 2 കൊല്ലം? 2 കൊലയുണ്ട്. അത് ഒരു 40 തേങ്ങ വരും. 20 തേങ്ങ വീതം ഉണ്ട്. ഇത് അത്യുൽപാദന ശേഷിയുള്ള ഒരു തെങ്ങാണ്. അതിൻ്റെ 16 വർഷമായിട്ട് ഞാൻ ഞങ്ങളുടെ ഒരു ബ്രദറാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് വരികയും പോവുകയും ചെയ്യുമ്പോഴെല്ലാം ഞാൻ ഈ തെങ്ങ് ശ്രദ്ധിക്കാറുണ്ട്. അപ്പം പലരും വന്ന് ഇത് ഫോട്ടോ എടുത്തും ഒക്കെ പോകാറുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജേന്ദ്രൻ വ്ലോഗ്സ് വള്ളി വന്നു. ഞാനിന്ന് എത്തിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ താമരക്കുളത്തുള്ള ഉത്തമൻ സാറിന്റെ ഒരു വ്യത്യസ്തമായ തെങ്ങ്, നാടൻ തെങ്ങാണ്. 16 വർഷമായി. ഏതാണ്ട് 6 വർഷമായപ്പോഴേ കഴിച്ചില്ലേ. ഞാൻ കൃഷിഭവനിൽ അന്വേഷിച്ച സമയത്ത് ഇതുപോലെ പറഞ്ഞു, പിന്നെ 10 തേങ്ങയിൽ നിന്നും 1 ലിറ്റർ വെളിച്ചെണ്ണ ലഭിക്കും. അതുപോലെ അതിന്റെ കൊപ്രയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ നാടും മുഴുവൻ പ്രസിദ്ധമാണ്. ഈ തെങ്ങിന്റെ ഖ്യാതി വർദ്ധിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ഈ തെങ്ങിന്റെ സാർ അത്ര പരിപാലിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞിരുന്നത് സാർ. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദവമായി സ്വാഗതം. ഞാൻ രാജേന്ദ്രൻ വ്ലോഗ്സ് വള്ളി വന്നു. ഇതിന് കൊടുക്കുന്ന വളങ്ങളൊക്കെ എന്തൊക്കെയാണ്? പ്രത്യേക കരുതൽ വല്ലതും ഉണ്ടോ? പ്രത്യേകമായിട്ട് ഒരു കരുതലും ആദ്യകാലങ്ങളിൽ ഒന്നും ചെയ്യത്തില്ല, അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഒരാളിനോട് ഇങ്ങനെ കൃഷിഭവനിലുള്ള ആളിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, സാർ ഇങ്ങനെ വെച്ചിരുന്ന ഒക്കത്തില്ല, ഇതിന് വളം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം എങ്ങനെ ഇതിൻ്റെ വളമെന്ന് ഞാൻ ചോദിച്ചു. നടുമ്പഴ 1 കിലോ എല്ലുകൂടി, 1 കിലോ വേപ്പും പിണ്ണാക്ക, 1 കിലോ ഉപ്പ് ഒക്കെ ഇട്ട് നടണമെന്ന് പറഞ്ഞു. നട്ടതിന് ശേഷം നല്ലപോലെ വെള്ളം കോരണമെന്ന് പറഞ്ഞു. വെള്ളം കൊടുക്കുകയെന്ന് പറഞ്ഞാൽ വലിയ തെങ്ങിന് ഒരു ദിവസം 500 ലിറ്റർ വെള്ളം കൊടുക്കണം. അതിപ്പോൾ നമുക്ക് പറ്റത്തില്ല. കുറഞ്ഞ ഒരു 50 ലിറ്റർ വെള്ളം നമ്മൾ ദിവസവും തെങ്ങിൻ്റെ മൂട്ടിലൊഴിക്കണം. ദൂരെയല്ലേ ഒഴിക്കേണ്ടത്, ഈ ചുവട് ഭാഗത്ത് ഈ തടിക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. 50 ലിറ്റർ ദിവസം കോരിയാൽ തെങ്ങിന് വലിയ ദോഷമില്ലാത്ത രീതി നമുക്ക് ഫലം കിട്ടും. അത് ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇപ്പോഴും തന്നെ ഒഴിച്ചേക്കുന്നുണ്ട്. ഈ മൂട്ടിലോട് ചേർത്ത് തന്നെ വെള്ളം ഒഴിച്ചേക്കുന്നത്. അത് 2 പ്രാവശ്യം. മഴക്കാലത്ത് നമ്മൾ അങ്ങനെ ഒഴിക്കണ്ട. മഴക്കാലത്ത് വരുന്ന വെള്ളം നമ്മൾ പരമാവധി നമ്മുടെ ഇപ്പോൾ ഈ വീടിൻ്റെ ഈ ഷെയ്ഡ് കെട്ടിയിട്ടുണ്ട്, ഇത് ലൈൻ വെച്ചിട്ടുണ്ട് സൈഡിൽ. ഇവിടുത്തെ എല്ലാം വെള്ളം ടാങ്ക് നിറച്ചിട്ട് ഈ ഓസിട്ട് ഞാൻ ഇതിൻ്റെ ചോട്ടിൽ ഒഴിക്കുക. സാറേ, ഈ തെങ്ങിന്റെ ഇതിന്റെ തേങ്ങയുടെ പ്രത്യേകത ഒന്ന് പറയാമോ? തേങ്ങയുടെ പ്രത്യേകത എല്ലാ തേങ്ങ പോലെ ഇരിക്കും, പക്ഷേ ഉള്ളിൽ നല്ല കട്ടിയുള്ള, 1/2 ഇഞ്ച് കഷ്ടിച്ച് 1/2 ഇഞ്ചിൽ കൂടുതൽ, 1/2 ഇഞ്ച് 1 ഇഞ്ചിനും അകത്തുള്ള 3/4 ഇഞ്ചിനോളം അതിൻ്റെ ആ തേങ്ങ ഉണ്ട്. പിന്നെ എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ അകത്ത് തേങ്ങ ഉള്ളത്. ചിലത് ചുങ്ങിയൊക്കെ ഇരിക്കില്ല, അങ്ങനെയൊന്നുമില്ല. നല്ല പിന്നെ വെള്ളം നല്ല രുചിയാണ് തേങ്ങ വെള്ളത്തിന്. പിന്നൊന്ന് അരയ്ക്കാൻ, അത് നമ്മൾ വെച്ചിരുന്ന് മുറിച്ച് വയ്ക്കുമ്പോൾ തന്നെ തേങ്ങ സാധാരണ ഉണങ്ങിയ തേങ്ങ ഇവിടെ അരയ്ക്കുന്നത്, ഇത് പെറുക്കിയിട്ടിരുന്നാൽ. വെളിച്ചെണ്ണ പിന്നെ രണ്ടാമത് അതിനകത്ത് കൂടുതലൊരു വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിന് തന്നെ നല്ലൊരു വെളിച്ചെണ്ണയുടെ ഒരു ഉണ്ട്. നല്ല എണ്ണമയമുള്ള തേങ്ങയാണ്. നല്ല രീതിയില് തെങ്ങിന്റെ ചുവട്ടിലിങ്ങനെ തണലിട്ട് പൊതയിട്ടിരിക്കുന്നു അല്ലേ? ഇതൊക്കെ എന്താണ് ഇത് ചെയ്തിരിക്കുന്നത്? ഇത് ഈ തുലാവർഷം സമയമാകുമ്പോൾ, അതായത് ഇടവപ്പാതി കഴിഞ്ഞാൽ പിന്നെ വെയിൽ സമയമാണ്. അപ്പോൾ അതിന് ഈ തുലാവർഷത്തിലെ മഴ വരുന്നതിന് മുൻപേ നമ്മളിതിൻ്റെ തടം അടുപ്പിക്കണം. തടം അടുപ്പിക്കുമ്പോൾ മണ്ണ് ഈ 3-4 അടി ദൂരെ നിന്ന് മണ്ണ് ഈ തടിയോട് ചേർത്ത്, ഈ വേരിനോട് ഇവിടുന്നാണല്ലോ വേരിറങ്ങുന്നത്, പുതിയ വേരിറങ്ങാൻ വേണ്ടി നമ്മൾ ഈ തടിയോട് ചേർത്ത് ഈ വേര് മൂടത്തക്ക രീതി മണ്ണ് കൂട്ടണം. ഇതേമാതിരി കൂട്ടിയിട്ട് നല്ലപോലെ തുലാവർഷത്തിൻ്റെ മഴയേക്കും ഇല്ലെങ്കിൽ നമ്മൾ വെള്ളം കോരി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഉണക്ക് പറ്റാതിരിക്കാനാണ് ഈ കരിയില വാരിയിട്ടേക്കുന്നത്. പണ്ട് ചവറൊക്കെ ആയിരുന്നത്. ഈ കരിയില ഇട്ടിട്ട് നമ്മൾ ഇതിൻ്റെ പുറത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തു തന്നാൽ മതി. ഈ അടിയിലെ തണുപ്പ് നിന്നോളും. ഇപ്പം തന്നെ ഇന്ന് ഒഴിച്ചതാണ്. ഇത് ഒരു 2-3 ദിവസം മുമ്പ് ഒഴിച്ചതാണ്. ഇത് നനവ് കിടക്കുന്നുണ്ടോ? അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കുറച്ച് തളിച്ച്. ഈ വെയിൽ ഏക്കത്തില്ല ഇതിൻ്റെ വേരിന്. ഇവിടെ നിന്ന് എൻ്റെ പുതിയ വേരിറങ്ങി തുടങ്ങും. ദൂരെ കൂട്ടി ഉണക്ക സമയത്ത് ദൂരെ ഒഴിച്ചാൽ ഉണങ്ങി അങ്ങ് പോകത്തേ ഉള്ളൂ. സാറേ, ഈ ഇതിൽ നിറയെ കുലകൾ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ കൃഷി ഓഫീസിൽ പോയി അന്വേഷിച്ചപ്പോൾ ഇതുപോലെ സാറിന്റെ അടുത്ത് ഒരു തെങ്ങുണ്ട്. അതിൽ നിന്ന് അവർ പറഞ്ഞത് 10 തേങ്ങയിൽ നിന്ന് 1 ലിറ്റർ വെളിച്ചെണ്ണ കിട്ടുന്നു. അതുപോലെ തുടക്കം മുതൽ 6 വർഷം മുതൽ കായ്ക്കാൻ തുടങ്ങിയെന്നും അതിനുശേഷം ഒരേപോലെ ഒരു വെള്ളയ്ക്ക പോലും കൊഴിയുന്നില്ല, ഒന്നുമില്ല, പൂങ്കുലകളെല്ലാം കറക്റ്റായിട്ട് വരുന്നു, ഒരു രോഗവും ഇല്ല, ചെല്ലിശല്യങ്ങളൊന്നുമില്ല എന്ന് പറയുന്നു. സാർ ഇതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? ഈ പറഞ്ഞത് 3/4 ഭാഗവും ശരി തന്നെ.
പക്ഷേ ശല്യം ഇപ്പോഴും ഇതിനുണ്ട്. ഉം. അത് നമുക്ക് ഇനിയിപ്പോൾ എടുക്കാനൊക്കെ ഇല്ല. ഞാൻ ആ പാറ്റാഗുളിയോ വേപ്പും പിണ്ണാക്കും പാറ്റാഗുളിയും കൂടെ പൊടിച്ചത് വർഷത്തിൽ 2 പ്രാവശ്യം ഉം. മണ്ടക്കിടുന്നുണ്ട്, പോളക്കിടുന്നുണ്ട്. ഉം, ഉം, അതുകൊണ്ടായിരിക്കും കുറച്ച് കുറവുള്ളത്. ഉം. പിന്നെ ഈ ചോദിച്ചാൽ തേങ്ങ 10 തേങ്ങയിൽ വെളിച്ചെണ്ണ കിട്ടുന്നുണ്ട്. ഞങ്ങൾ സ്ഥിരമായിട്ട് ഈ ഒരു തെങ്ങ ഉള്ളു ഇപ്പം കായ്ക്കുന്നത്. ഉം. അപ്പോൾ അതിൻ്റെ കൊപ്ര ഇട്ടിരുന്ന് 10, 50, 60, 70, 80 ഒക്കെ ആകുമ്പോൾ ഞങ്ങളത് പൊട്ടിച്ച് വർഷത്തിൽ 2 വട്ടം 3 പ്രാവശ്യമൊക്കെ ഇപ്രാവശ്യം 2 വട്ടം എടുത്ത് വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. അത് ഒരു 10 തേങ്ങയ്ക്ക് 1 കിലോ വെളിച്ചെണ്ണ കിട്ടുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഈ ഒരു തെങ്ങ ഉള്ളതുകൊണ്ട് വ്യക്തമായിട്ട് അറിയാം. ഇതിന്റെ പിന്നെ തേങ്ങ എടുത്ത് പാകി സാറ് തൈ വല്ലതും ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, ഉൽപ്പാദിച്ചിട്ടില്ല. അതിൽ ഒരു 2 വർഷം കൂടെ കഴിഞ്ഞിട്ട് പാകണമെന്നുണ്ട്. ഉം. അപ്പോഴേ അതിനെപ്പറ്റി അറിയാനൊക്കെ. ഇപ്പം പിന്നെ ഈ ഇനം മാറുക എന്നൊരു പരിപാടിയുണ്ട് തെങ്ങ്. നമ്മൾ ഇതിൻ്റെ തന്നെ തെങ്ങ് പാകിയാൽ ഇതേ സൈസ് തന്നെ കിട്ടണമെന്ന് അറിയത്തില്ല. ഞാൻ ചെയ്തു നോക്കിയിട്ടില്ല. ശാസ്ത്രീയപരമായി അതിന് കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ചെയ്യേണ്ടി വരും. അത് കൃഷിഭവനിലൊക്കെ ഇത്ര ചോദിച്ച് വെറൈറ്റി ഒരു തെങ്ങാവുമ്പോ ഈ തെങ്ങിൽ ഇതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാ ആൾക്കാർക്കും പ്രതീക്ഷ നല്ല ഈൽഡ് ലഭിക്കുന്ന തെങ്ങ് തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. പറ്റും. പക്ഷെ അതിന് കുറച്ച് ശാസ്ത്രീയപരമായ കാര്യങ്ങളോട് ചെയ്യേണ്ടി വരും അല്ലേ? വേണ്ടി വരും.